എന്നെ ഇപ്പോൾ ഭയപ്പെടുത്തുന്ന ആ സംഗതിയില്ലേ, എൻ്റെ ഉള്ളിൽ ആകുലതയും സങ്കടവും ഒക്കെ കോരിയിടുന്ന ആ ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൻ്റെ ക്രമങ്ങളൊക്കെ തെറ്റിക്കിടക്കുക എന്ന് ഞാൻ അറിയുന്നില്ലേ, പ്രശ്നങ്ങളില്ലേ, ഇതിൻ്റെ ഓർമ്മകളൊക്കെ തികട്ടി വരുമ്പോൾ ഈ ഒരു സത്യം എൻ്റെ ഉള്ളിലേക്ക് ഞാൻ കൊണ്ടുവരണം. ഈ ഒരു സത്യം എന്താ? അത് ഈശോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആൻഡ് ഹീ ഈസ് പ്രേയിങ് ഫോർ മീ. ഇപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ഈശോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഈ ലോകത്തിൽ നിന്നും എന്നെ എടുക്കണം എന്നല്ല, മറിച്ച് ദുഷ്ടനിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണം എന്നാണ്. മനുഷ്യ സഹജമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗവും ഒക്കെ എനിക്കുണ്ടാവും. ഈശോ കാത്തുകൊള്ളും, ഈശോ കൂടെ ഉണ്ട്, ആ ഉറപ്പ് ഈശോ തരുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ദുഷ്ടന്റെ കയ്യിൽ പെടാതിരിക്കുക എന്നതാണ്. ഈശോ കൂടെ ഉണ്ട്. ദുഷ്ടന്റെ കയ്യിൽ പെടാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുകൂടി ഈശോ പറഞ്ഞിട്ടുണ്ട്. വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടണം. വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് ഈ ഭൂമിയിൽ ജീവിക്കണം. നമ്മൾ ഈ ദുഷ്ടന്റെ പിടിയിൽ പെടുന്നത് എന്തുകൊണ്ടാ? വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. വിശുദ്ധ കുർബാനയും കുംഭസാരവും വചന വായനയും വചനാധിഷ്ഠിതമായ ജീവിതവും വഴി നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നില്ല. നമ്മൾ ബലഹീനരായി ആദ്യ പ്രലോഭനത്തിൽ വീണുപോകുന്നു. പിന്നീട് നന്മയെ തന്നെ തള്ളിപ്പറയുന്നു. എല്ലാവരും ഇങ്ങനെയാണെന്നൊക്കെ കരുതി തിന്മയിൽ ജീവിച്ചു പോകുന്നു. അല്ല, വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് ഈ ലോകത്തിൽ ജീവിക്കാനായി വിളിക്കപ്പെട്ടവരാ നമ്മൾ. നമ്മുടെ മക്കളുടെ മുമ്പിൽ ഇത് കാണിച്ചു കൊടുക്കണം. വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ആളുകളായി ജീവിച്ചുകൊണ്ട്. എങ്കിലേ ദുഷ്ടനെ ജയിക്കാൻ നമുക്ക് പറ്റുള്ളൂ. എങ്കിലേ ഈ ലോകത്തിൻ്റെ പ്രകാശവും ഈ ഭൂമിയുടെ ഉപ്പുമായി ജീവിക്കാൻ പറ്റുള്ളൂ. എങ്കിലേ ക്രിസ്ത്യാനി ആവുള്ളൂ.